മൈക്കൽ ഒയർസബാൽ. അൽവാരോ മൊറാട്ടയ്ക്ക് പകരക്കാരനായി പരിശീലകൻ ലൂയി ഡി ലാഫ്യൂന്റെ കണ്ടെത്തിയ മുന്നേറ്റ താരം. കഴിഞ്ഞ യൂറോ കപ്പിൽ പകരക്കാരനായി ഇറങ്ങി സ്പെയിനിനെ കിരീടത്തിലേക്ക് നയിച്ച സൂപ്പർ സബ്. എന്നാൽ തന്റെ കരിയറിലെ ആദ്യ ലോകകപ്പ് മത്സരത്തിൽ നാണക്കേടിന്റെ റെക്കോർഡാണ് ഈ സ്പാനിഷ് താരം സ്വന്തം പേരിൽ എഴുതി ചേർത്തത്. കേപ്പ് വെർദെക്കെതിരെ ആദ്യ 30 മിനിറ്റിൽ പന്തിൽ ടച്ച് ചെയ്യാൻ പോലും ഒയർസബാലിനായില്ല. കുഞ്ഞന്മാരായ കേപ്പ് വെർദെയുടെ ഡിഫൻസ് കോട്ടയ്ക്ക് മുന്നിൽ പകച്ചുപോയ താരം മത്സരത്തിൽ ആകെ പൂർത്തിയാക്കിയത് 10 പാസുകൾ മാത്രമാണ്. 1966 ശേഷം ആദ്യമായാണ് ഒരു മുന്നേറ്റ താരം ഇത്രയധികം നിരാശപ്പെടുത്തുന്നത്. മത്സരം സമനിലയിലായതോടെ ഒയർസബാലിനെതിരെ വിമർശനവും കടുത്തു. എന്നാൽ സൗദിക്കെതിരായ മത്സരത്തിൽ താരത്തിന്റെ വമ്പൻ തിരിച്ചുവരവിനാണ് ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചത്. നോക്കൌട്ടിലെത്താൻ ജയമനിവാര്യമായ മത്സരത്തിൽ സൗദിയെ സ്പാനിഷ് പട ഗോളിൽ മുക്കി. ഇരട്ട ഗോളുമായി ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചതും അതേ ഒയർസബാൽ തന്നെ. 10-ാം മിനിറ്റിൽ ലമീൻ യമാലിന്റെ ഗോളിന് വഴിയൊരുക്കിയായിരുന്നു തുടക്കം. 21-24 മിനിറ്റുകളിൽ 2 തവണ ഗോളടിക്കുകയും ചെയ്തു. ഇതോടെ 1966 ശേഷം ആദ്യ 25 മിനിറ്റിൽ 3 ഗോൾ പങ്കാളിത്തം സ്വന്തമാക്കിയ രണ്ടാമത്തെ താരമെന്ന നേട്ടവും ഒയർസബാൽ തന്റെ പേരിൽ കുറിച്ചു. ആദ്യ മത്സരത്തിന് ശേഷമുയർന്ന രൂക്ഷ പരിഹാസങ്ങൾക്കിടയിലും തന്നിൽ വിശ്വാസമർപ്പിച്ച പരിശീലകന് തന്നെയാണ് ഒയർസബാൽ എല്ലാ ക്രെഡിറ്റും നൽകിയത്. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.